നമസ്കാരം. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഈ അടുത്ത സമയത്ത് ഞാൻ വേറെ വീഡിയോ ചെയ്ത് കണ്ടുപിടുത്തത്തിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നൊരു കണ്ടുപിടുത്തം അറിഞ്ഞു. ഇതിനു മുമ്പൊരു കണ്ടുപിടുത്തമുണ്ട്, അത് എല്ലാവരും അറിഞ്ഞു കാണും. അതായത് നമ്മളെ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കേട് പറ്റാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. തുരുമ്പൊന്നും പിടിക്കാതെ എത്ര കാലം വേണോ സൂക്ഷിക്കാൻ പറ്റും. അതിന് വലിയ ചിലവൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റലുകളെല്ലാം സർക്കാരായിരുന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നാലും അവർ ഈ സർജറി ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സജ്ജീകരണമൊക്കെ ചെയ്യുന്നുണ്ട്. വെറുതെ കാശ് കളയാണ്. എന്തിനാണ്? ആ കാശ് കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചൂടെ? ഇന്നും ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം, ഇന്നും ഈ ഉപകരണങ്ങൾ മാത്രമല്ല, തുണി എങ്ങനെ സൂക്ഷിക്കാം, നമ്മൾ ശസ്ത്രക്രിയക്കൊക്കെ മുറിവൊക്കെ പറ്റിയ നമ്മൾ തുടയ്ക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ സൂക്ഷിക്കാം, അതൊക്കെ ഇന്നും കാണുന്നുണ്ട്. അതായത് നമ്മൾ ഈ അടുത്ത സമയത്ത് വളരെ ഫേമസ് ആയ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു 5 വർഷത്തിന് മുമ്പ് ഒരു സർജറി കഴിഞ്ഞ എൻ്റെ വയറിനുള്ളിൽ ഒരു കത്രിക, അതിന് വേറെന്തോ പേരുണ്ട്, ശരിക്കും അത് കത്രിക അല്ല, വേറൊരു പേരുണ്ട്. അതായത് അതിൻ്റെ പേരെന്തോ പറയും, ഈ ശസ്ത്രക്രിയ എന്നത് ഞാൻ ഓർക്കുന്നില്ല. അത് എന്തോ ഈ സർജറിക്ക് ശേഷം അവർ നിൽക്കുന്ന ജീവനക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ എന്തോ അപാകം കൊണ്ട് സംഭവിച്ചതാണ് ഈ ഉപകരണം അകത്തായി പോയത്. 5 വർഷക്കാലം അവരത് കൊണ്ട് നടന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇപ്പോൾ അത് ശസ്ത്രക്രിയ കഴിഞ്ഞതൊക്കെ പുറത്തെടുത്തു. അവർ സുഖം പ്രാപിച്ച് വരുന്നുണ്ട്. ഇവിടെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡോക്ടർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, എത്ര വർഷക്കാലം ഉപകരണം വയറിനുള്ളിൽ ഇരുന്നാലും ഒരു കേടും സംഭവിക്കില്ലെന്ന്. ഈ ഉപകരണത്തിന് നോക്കണേ, ആ ഡോക്ടറിൻ്റെ കണ്ടുപിടുത്തം നോക്കണേ. എവിടെയാണ് വയ്ക്കുന്നത്? ഒരാളുടെ വയറിനുള്ളിൽ. അവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ആ ഉപകരണത്തിന് തുരുമ്പിടയ്ക്കുക ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ ഈ ചുമക്കുന്നവൻ്റെ ആരോഗ്യവും ഉണ്ടെങ്കിൽ ചുമക്കുന്ന സ്ത്രീയുടെ ആരോഗ്യവും ഈ ഡോക്ടർ എന്ത് ഉദ്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടുപിടുത്തം കേട്ടോ. എന്തിനാണ് ഈ ആശുപത്രിക്കാർ ഈ ഉപകരണങ്ങൾ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതിങ്ങനെ ചെയ്താൽ പോരെ? ഓരോ മനുഷ്യൻ്റെയും വയറിനുള്ളിൽ ഇതൊക്കെ വെച്ചങ്ങ് സൂക്ഷിച്ചാൽ പോരെ? പൈസ ലാഭിച്ചൂടെ? 5 വർഷം സൂക്ഷിച്ച് ഇതുപോലെ വേറെ സർജറി കഴിഞ്ഞ് പുറത്തെടുക്കാം, എന്നിട്ട് ആ ഉപകരണം ഉപയോഗിക്കാം. ഒരു തെറ്റ് പറ്റിപ്പോയി, ഒരു അശ്രദ്ധ കൊണ്ട്. തെറ്റ് പറ്റാൻ പാടില്ലാത്ത തെറ്റാണ് അശ്രദ്ധ. കാരണം ഒരു സർജറിക്ക് മുമ്പ് അതിൻ്റെ ഉപകരണങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എണ്ണം എടുക്കണം. തിരിച്ച് സർജറി കഴിയുമ്പോഴും അതിൻ്റെ എണ്ണം എടുക്കണം. അത് അവരുടെ നിയമമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ അപാകതയൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ടും അതിന് ന്യായീകരണം. അവർ പറഞ്ഞ മറുപടി, ഏതൊരു ഡോക്ടർ പേര് ഞാൻ മറന്നു, അവർ പറഞ്ഞ അങ്ങനെ ഉപകരണം ഇരുന്നെന്ന് പറഞ്ഞ് തുരുമ്പൊന്നും എടുക്കത്തില്ലെന്ന്. അപ്പോൾ ആ ചുമക്കുന്ന ആളിൻ്റെ ഉദരോ, അവരുടെ ഉള്ളിൽ അവരെന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. വേറൊന്നിന്ന് ഞാൻ അറിഞ്ഞെന്തെന്ന് വെച്ചാൽ, ഇവിടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്തൊരു ഹോസ്പിറ്റലിൽ സർജറി കുറച്ച് ദിവസം ഡിസംബറിലോ ജനുവരിയിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞു. അവർ കുറേ നേരം കൊണ്ട്, കുറേ ദിവസം കൊണ്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവസാനം പഴുത്ത് എല്ലാം വേറൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ എന്താണ്, തുണി അതിൻ്റെ അകത്തിരിക്കുന്നു. ഈ കോട്ടൺ തുണി അതിൻ്റെ അകത്തായിപ്പോയി വയറിനകത്ത്. അത് സർജറി കഴിഞ്ഞു. അവരും ആരോഗ്യം പ്രാപിച്ച് വരുന്നു. നന്നായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് ഓരോ സർജറികളിൽ പറ്റുന്ന അപാകതകൾ. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉപകരണങ്ങൾ മാത്രമല്ല, ഇതുപോലെ തുണിയും സൂക്ഷിക്കാം വയറിനുള്ളിൽ. മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്ത് വിശ്വസിച്ച് സർജറി ടേബിളിൽ കിടക്കും? നാളെ നമുക്ക് ഒരു സർജറി വേണ്ടി വന്നാൽ
അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വേണ്ടി വന്നാൽ നമ്മൾ ചെന്ന് ആ ടേബിളിൽ കിടക്കുമ്പോൾ ഈ ന്യൂസൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരത്തില്ല. അയ്യോ, ഇനി എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വല്ല ഡോക്ടേഴ്സ് മറന്നു വെച്ചിട്ട് പോകുമെന്നു. എന്തൊരു ദയനീയ അവസ്ഥയാണ് ഇതൊക്കെ. കയ്യബദ്ധം എന്ന് പറയാൻ പാടില്ല. ഒരാളുടെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നത്. എന്തേ ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഒരു സർജറി, ഇപ്പോൾ ഈ തുണിയെടുത്ത കാര്യം പറയുകയാണ്. ഈ വയറ് സർജറി കഴിഞ്ഞു, തുന്നി കെട്ടുന്നതിന് മുൻപ് അവർക്ക് കണ്ടൂടെ? അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങ് എങ്ങനെയെങ്കിലും വെച്ചങ്ങ് തുന്നിക്കെട്ടുകയാണോ? ഇപ്പം പറഞ്ഞ ആ സ്ത്രീ, ആ തുണിയിരുന്ന സ്ത്രീ, അത് പഴുത്ത് അവരെന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കും, കുറച്ച് ദിവസം കൊണ്ട് അനുഭവിച്ചു. അത് വേറൊരു ഹോസ്പിറ്റൽ, നിവർത്തിയില്ലാതെ വേറെ ഹോസ്പിറ്റലിൽ അവസാനം സ്കാൻ ചെയ്തപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവില്ലേ? ആര് സമാധാനം പറയും? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞൊക്കെ അങ്ങനെ രക്ഷപ്പെടും. അനുഭവിക്കുന്നത് ഇപ്പം തന്നെ കത്രിക ഇരുന്ന ആ സ്ത്രീ എത്ര ദിവസം ഇനി അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും? സാധാരണ നിലയിൽ കുറേ നാളെടുക്കത്തില്ലേ? മനുഷ്യൻ്റെ ജീവനിവിടെ വിലയൊന്നുമില്ലേ? ഈ പറയുന്ന ഡോക്ടേഴ്സിനാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും, ഈ ചെയ്ത ഡോക്ടേഴ്സിനാണെങ്കിലും, അവർ മനഃപൂർവ്വം ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ അശ്രദ്ധ കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കത്രിക സംഭവം അത് വളരെ റയറായിട്ട് സംഭവിച്ചു. ഇപ്പം അടുത്തത് തുണി. പക്ഷെ എന്തൊരു കഷ്ടം. ആണ്. നമുക്കൊക്കെ സൂക്ഷിച്ച് പോകണം കേട്ടോ. ഹോസ്പിറ്റലൊക്കെ സർജറി തുടങ്ങി സൂക്ഷിച്ച് പോകണം. നമ്മളുടെ ഒരാളെ കൂടെ നിർത്താൻ പറയണം. സർജറി കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ഒരാളെ കൂടെ നോക്കുക, അകത്ത് വല്ല വീണിട്ടുണ്ടോ എന്നൊക്കെ നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും നിർത്തിക്കൊണ്ട് സർജറി ചെയ്യാൻ പറയണം. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാൻ? ഇങ്ങനെയൊക്കെയാണോ? ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും പറ്റുമെന്നോ, എന്തെല്ലാം അറിയേണ്ടി വരുമെന്നോ. കഷ്ടം തോന്നുന്നു, കഷ്ടം. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നത് തെറ്റോ ശരിയെന്നു. നമുക്കാണ് ഇത് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത എന്തായിരിക്കും? അവനവന് വരുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാകുള്ളൂ. ഈ ഡോക്ടർ സമൂഹത്തിനോടൊരു അപേക്ഷയുണ്ട്. എല്ലാവരെയും ഒന്നടങ്കം കുറ്റം പറയുന്നൊന്നും അല്ല. നല്ല കാര്യമായിട്ട് ശ്രദ്ധിച്ച് സർജറി ചെയ്താൽ വലിയ ഉപകാരം. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ കാര്യം പരമ കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ?